സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. സാധാരണ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ചില കോമൺ സിംറ്റംസ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അതായത് സംസാരത്തിന് തെളിച്ചക്കുറവ്, അല്ലെങ്കിൽ കൈകാലുകൾക്ക് തളർച്ച, നടക്കുമ്പോൾ ബാലൻസ് കിട്ടാതെ വരിക, ഇവയൊക്കെ. എന്നാൽ ഈ സാധാരണ സിംറ്റങ്ങളല്ലാതെ വേറെ ചില സിംറ്റങ്ങളും സ്ട്രോക്കിൻ്റെ ഭാഗമായി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതായത് അൺകോമൺ സിംറ്റംസ്. അത് ഒന്ന് രണ്ട് സിംറ്റംസ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ചില പ്രായമായവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരും, പെട്ടെന്ന് മറവി സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ മനസ്സിലാവും, കാരണം ഇവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് 1-2 ദിവസം കൊണ്ട് അവരത് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. അവർക്ക് വാക്കുകൾ സംസാരിക്കുമ്പോൾ വാക്ക് കിട്ടാൻ പ്രയാസമുണ്ട്. അവർ ചിലപ്പോൾ വീട്ടിലെ മുറികളൊക്കെ തമ്മിൽ മാറിപ്പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനല്ല അവർ തിരിച്ച് മറുപടി പറയുന്നത്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായി സംഭവിക്കുകയാണെങ്കിൽ അത് സ്ട്രോക്ക് കാരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു ലക്ഷണം, അതായത് നമ്മുടെ തലാമസ് എന്ന് പറഞ്ഞൊരു റിലേ സെൻ്ററാണ്. അപ്പോൾ ഈ തലാമസിൽ സ്ട്രോക്ക് വരുമ്പോൾ പേഷ്യൻറ്റിന് നേരത്തെ പറഞ്ഞ പോലെ മറവി സംഭവിക്കാം. അതോടൊപ്പം തന്നെ ഭയങ്കര മയക്കം. അവരിങ്ങനെ ഒരു ക്ഷീണിച്ച് ഉറങ്ങിക്കൊണ്ടേയിരിക്കും. ഇവരെ വിളിച്ചുണർത്താൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഈ പ്രായമായവർ ഉറങ്ങാനോ രാവിലെ എണീക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഷുഗർ കുറഞ്ഞതാവാം, അല്ലെങ്കിൽ ഉറക്ക ഗുളിക ഇച്ചിരി കൂടുതൽ കഴിച്ചതാവാം എന്ന് വിചാരിച്ച് നമ്മൾ സമയം കുറേ പാഴാക്കാറുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിലും അതൊരു സ്ട്രോക്ക് മൂലമാവാം ഈ ഉറക്ക കൂടുതൽ അല്ലെങ്കിൽ മയക്കം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം സാധാരണയുള്ള ലക്ഷണങ്ങൾക്ക് പുറമെ മേൽപ്പറഞ്ഞ പെട്ടെന്നുള്ള മറവി അല്ലെങ്കിൽ അസാധാരണമായ മയക്കം, ഇവയെല്ലാം കണ്ടാൽ ഇതും ഒരു സ്ട്രോക്ക് മൂലമാവാം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനുള്ള ചികിത്സ വേഗത്തിൽ തന്നെ തേടുകയും ചെയ്യേണ്ടതാണ്.